ഇപ്പോൾ വൈറലായ സെമി ഫ്രെഡ് വെൽ കഫേ റെസിപ്പി ഒന്ന് നോക്കിയാലോ. കോഫി ലവേഴ്സൊക്കെ ആണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണിത്. ഇത് ഉണ്ടാക്കാൻ വെരി സിമ്പിളാണ്, പക്ഷേ സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. അതിനുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കോഫി പൗഡർ, മിൽക്ക്, കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്തൊരു കോഫി മിക്സ്ചർ പ്രിപ്പയർ ചെയ്യാം. മധുരത്തിന് വേണ്ടി കണ്ടൻസ് മിൽക്ക് തന്നെ ആഡ് ചെയ്യണം, എന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി വിപ്പിംഗ് ക്രീം നല്ലപോലെ ഫ്ലഫി ആവുന്ന നേരം അത് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കോഫി മിക്സ്ചറും ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വേറൊരു ബൗളിലേക്ക് മാറ്റി ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാം. കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്താൽ കഴിക്കാനും രസമാണ്, കാണാനും രസമാണ്. ഞാനൊരു ബോക്സിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. കവർ ചെയ്തതും ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ്. നിങ്ങൾക്കത് നോർമലി ബോക്സിലും സെറ്റ് ചെയ്യാം. ഞാനിത് ഈസിലി അൺമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാനൊരു ഡൈഹാർഡ് കോഫി ഫാൻ ആയതുകൊണ്ട് ഇത് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ലായിരുന്നു എനിക്ക്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര രസമാണ്. ഇതിൻ്റെ മേലെ കാരമൽ സിറപ്പും കൂടെ ഒഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഒരു സോസ് പാനിൽ ഷുഗർ ആഡ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ബട്ടറും കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ കാരമൽ സിറപ്പ് റെഡിയായി. കാരമൽ സിറപ്പ് ഡിസേർട്ട് സെറ്റാക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ചൂടോടെ ഡിസേർട്ടിന് മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായി പോകും. ഈ സിറപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസേർട്ടിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ്ലി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഡ്രിസിൽ ചെയ്തും കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.